അക്ബറും പിന്നെയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അക്ബർ പറയുകയാണ്, നിന്നെ കുത്തിത്തിരിപ്പെന്ന് പറയുന്നതിന് നീ അവൻ വന്നിട്ട് എന്നെ എന്തൊക്കെ പറയുമെന്ന് നീ ആര് കണ്ട്? ബിന്നി പറയാണ്, അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ആ പുള്ളിക്ക് അറിയാം. പിന്നെ കുത്തിത്തിരിപ്പെന്ന് ഇവിടെ പറയുന്നത്, ഇവിടെ ഞാൻ മാത്രമാണോ കുത്തിത്തിരിപ്പ് നടത്തുന്നത്? ഇവിടെ ആരാ കുത്തിത്തിരിപ്പ് നടത്താത്തതെന്ന് ബിന്നി ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് പുറത്ത് എങ്ങനെ പോയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടുന്നതെന്ന് ബിന്നി പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയാണ്, പുറത്തും കുത്തിത്തിരിപ്പെന്ന് തന്നെയാണ് പോയിരിക്കുന്നത്. ചിരിച്ചോണ്ടാണ് പറയുന്നത് അക്ബർ. അപ്പോൾ വൈൽഡ് കാർഡൊക്കെ വന്നപ്പം പറഞ്ഞത് മനസ്സിലായില്ല. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ആന്ന് വരുന്നവരൊക്കെ അത് തന്നെയാണ് പറയുന്നത്. എന്നാലും എത്രത്തോളം ആൾക്കാരിലേക്ക് അത് പോയിട്ടുണ്ടെന്ന് എന്ന് പറയുമ്പോഴേക്കും അക്ബർ പറയാണ്, അതിനകത്ത് ഇനി പ്രതീക്ഷയൊന്നും വെക്കണ്ട, എല്ലാവരിലേക്കും അത് എത്തിയിട്ടുണ്ട്, ഇനി അതിനകത്തൊന്നും പ്രതീക്ഷ വെക്കണ്ട. ഒരു ദിവസം ഇതെല്ലാം അക്ബർ ഖാൻ തിരുത്തി പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇവിടെ ഞാൻ മാത്രമല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്, ഒരുപാട് പേര് ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ വലിയ കുത്തിത്തിരിപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ദിവസം അക്ബർ ഖാന് മനസ്സിലാവും. എന്നാലും അതൊന്നും ഇത്രയും ഇല്ലെന്നാണ് അക്ബർ വീണ്ടും പറയുന്നത്. അപ്പം ബിന്നി പറയാണ്, എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായം പോലും ഇവിടെ പറയാനൊക്കത്തില്ല. അപ്പോഴേക്ക് ഈ ഒരു വേരെടുത്ത് ആൾക്കാരങ്ങ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞിട്ട്. നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം ഇല്ലേ? അത് പറയാൻ പാടില്ലേ? ഒരഭിപ്രായം പറയുമ്പോൾ പോലും അങ്ങനെ പറയുന്നത് ശരിയല്ല. ഡിസേർവിങ് ആയിട്ടുള്ളത് പറയണം. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞാനൊരു സ്ട്രെയിറ്റ് കട്ടാണ്. അത് പറയുമ്പോൾ ഒരു പല്ല് ചിലയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ദാണ്ട് അത് കണ്ടോ പല്ല് ചിലച്ചത്, അതാണ് പറയുന്നത്, ഞാൻ സ്ട്രെയിറ്റ് കട്ടാണ്. എന്നാലും മനുഷ്യന്മാരല്ലേ, തെറ്റുകൾ പറ്റും, അതൊക്കെ അങ്ങനെയാണ്. പിന്നെ നിൻ്റെ കാര്യത്തിൽ ആ പേര് കറക്റ്റാടി, നിനക്കത് കറക്റ്റ് തന്നെയാണ്. കുത്തിത്തിരിപ്പെന്നുള്ളൊരു പേരിന് ഞാൻ അർഹയല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം അക്ബർ ഖാൻ വീണ്ടും പറയുകയാണ്, മൊത്തം ഹൗസ് പോലും അത് ഏറ്റെടുത്തു, പിന്നെയാണോ എന്തുകൊണ്ടും ആ പേര് ഇവിടെ ഡിസർവിങ് നീ തന്നെയാണ്. ഇപ്പം ഞാനൊരു ഫിലിം എടുത്തെന്നിരിക്കട്ടെ, ഓരോരുത്തരെയും കാസ്റ്റ് ചെയ്യുകയാണ്. അന്നേരം കുത്തിത്തിരിപ്പിൻ്റെ ഒരാളിനെ ഞാൻ എടുത്ത് കാസ്റ്റ് ചെയ്യുമ്പം നീ അതിന് പെർഫെക്റ്റാണ്. എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോഴേക്കും ഇവിടെ ഉള്ളവർ ആ ഒരു വേർഡ് എടുത്ത് എനിക്കെതിരെ പ്രയോഗിക്കുകയും പ്ലേസ് ചെയ്യുകയും ചെയ്യുകയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ അപ്പോഴേക്ക് അക്ബർ പറയുന്നുണ്ട്, ശരിയായിരിക്കാം, പക്ഷേ എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 പ്രാവശ്യമാണ് മോശമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്തത്. ഒന്ന് രേണു ചേച്ചിയെ സെപ്റ്റി ടാങ്കെന്ന് വിളിച്ചത്, പിന്നെ ഒന്നിലിനെ തെറി വിളിച്ചു. ഇത് രണ്ടുമാണ് എനിക്ക് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മോശമായിട്ടുള്ള വാക്കുകൾ. അപ്പോഴേക്കും ബിന്നി പറയുന്നുണ്ട്, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ, ഇത് കാണുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാം കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആര് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ബിന്നി പറയുകയാണ്, ശരിക്കും നിങ്ങൾ പറഞ്ഞ വാക്കുകൾ വെച്ചിട്ട് നിങ്ങളെ തിരിച്ച് ഇത്തരം വാക്കുകളല്ല പറയേണ്ടുന്നത്. ആ വാക്കുകൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല, അതിനും മുകളിലുള്ള വാക്കുകളാണ്. അത്രയും മോശമായ വാക്ക് പറഞ്ഞാലൊന്നും പറ്റത്തില്ല. നിങ്ങൾ വാ തുറന്നു കഴിഞ്ഞാൽ ആഭാസതരോ അല്ലെങ്കിൽ അന്യായ കളിയാക്കലോ എന്നൊക്കെ വേണം അതിന് പറയേണ്ടുന്നത്. അന്യായ കളിയാക്കലുകളെന്ന് പറഞ്ഞാലും നിങ്ങളെ അതിന് ആ വാക്കൊന്നും പറഞ്ഞാൽ പോരാ, അളിഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്നാലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അളിഞ്ഞതാണെങ്കിലും നിങ്ങൾ അളിഞ്ഞതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അക്ബർ പറയാണ്, അന്യായ കളിയാക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും അർഹിച്ച കളിയാക്കലുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അന്യായ കളിയാക്കിയെന്നും പറഞ്ഞ് നിങ്ങളെ അളിഞ്ഞെന്ന് വിളിക്കാനോ അങ്ങനെ നിങ്ങളോട് പെരുമാറാനോ ഒന്നും ഞാൻ നിൽക്കത്തില്ല. പിന്നെ എന്നെ അറിയാവുന്ന എൻ്റെ ക്ലോസ് സർക്കിളിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അക്ബറും പറയുന്നുണ്ട്, എൻ്റെയും ക്ലോസ് സർക്കിളിലുള്ളവർക്ക് എന്നെ നന്നായിട്ടറിയാം, എൻ്റെ സ്വഭാവം നന്നായിട്ടറിയാം.